ആരും ഇത് കണ്ടില്ല. അവള് മാത്രമേ ഇത് കണ്ടുള്ളൂ. ഗാഥ മാഡം നാഗങ്ങളെ നിന്ദിച്ചതുകൊണ്ടാ അങ്ങനെയൊക്കെ സംഭവിച്ചത്. വീണ്ടും ഒരിക്കൽ കൂടി അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ മനസ്സ് വല്ലാണ്ട് പേടിച്ചുപോയി. ഇനി ഗാഥ എത്ര നിർബന്ധം പറഞ്ഞാലും വാശി കാണിച്ചാലും ശരി, ഇനിയുള്ള ചടങ്ങുകളിലെല്ലാം ഗാഥയ്ക്ക് പകരം കൃഷ്ണ തന്നെയാ നിൽക്കേണ്ടത്. അത് മതി മാം. എല്ലാ ചടങ്ങിലും കൃഷ്ണ തന്നെ നിൽക്കട്ടെ. നമ്മുടെ തീരുമാനിച്ച അനുസരിച്ച് താലികെട്ട് കഴിഞ്ഞ കൃഷ്ണയ്ക്ക് പകരം ഗാഥയ്ക്ക് നവീന്റെ ഭാര്യയാകാലോ. എത്രയും പെട്ടെന്ന് ഇതൊന്ന് തീർന്നാ മതിയായിരുന്നു. ഈശ്വര, എല്ലാം വ്യക്തമായി. കൃഷ്ണമോളെയാണ് ഇത്രയും കാലം ഞങ്ങൾ തേടി നടന്നിരുന്നത്. അവളാണ് കളരിക്കിലെ നാഗശാപം തീർക്കാനുള്ള പെൺകുട്ടി. അവൾ തന്നെയാണ് നവീന്റെ ഭാര്യയാകേണ്ടത്. ഈശ്വര, കാത്തിരിപ്പിനൊടുവിൽ കളരിക്കൽ കുടുംബത്തിന്റെ രക്ഷകയെ അങ്ങ് അയച്ചു തന്നു. പക്ഷേ ഇത്രയും വലിയൊരു മായാജാലം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഗാഥമോളുടെ അതേ രൂപത്തിൽ ദോഷങ്ങൾ അകറ്റാൻ പോകുന്നൊരു പെൺകുട്ടി. അവൾ ഞങ്ങളിലേക്ക് എത്തിച്ചേർന്നത് ആലോചിക്കുമ്പോ അവിടുത്തെ തീരുമാനങ്ങളെ കൈകൂപ്പി തൊഴാനല്ലാതെ പറ്റില്ല. ഈ കുടുംബത്തിന് ഇനിയൊന്നും സംഭവിക്കില്ല എന്ന അടിയുറച്ച വിശ്വാസത്തിലാ ഞാനിപ്പോ. എല്ലാം മുറയനുസരിച്ച് നടക്കട്ടെ. കളരിക്കൽ തറവാടിനെ ബാധിച്ചിരിക്കുന്ന ശാപം ഇതോടെ പരിപൂർണമായും ഒഴിഞ്ഞു പോട്ടെ. അനുഗ്രഹിക്കണേ ദൈവമേ. ഇത് മൊത്തം എത്ര സെന്റാ? എല്ലാം കൂടെ ഒരു 3.25 സെന്റ് വരും. ഇവിടുന്ന് മുന്നോട്ടുള്ള വഴി നിങ്ങളുടെ ആധാരത്തിൽപ്പെടുന്നതാണോ? ഇല്ല, പക്ഷേ കാലാകാലങ്ങളായിട്ട് പോകുന്ന വഴിയാ. അതൊക്കെ ഒരു ദിവസം മുന്നിലുള്ളവനെ അടച്ചു കെട്ടാലോ. പഴയ കാലമൊന്നും അല്ലല്ലോ. പണ്ടത്തെ കാരണവന്മാര് നീ ഇതിലെ നടന്നു നോക്കിയോ ഗോപാലെന്ന് പറയും. ഇപ്പൊ കച്ചവടം കളിയൊക്കെ പിള്ളേരാ. അവർക്കിത് അടച്ചു കെട്ടാൻ തോന്നി അടച്ചു കെട്ടും. പിന്നെ 3 സെന്റ് ഒരു ബാധ്യതയായിട്ടൊക്കെ കിടക്കും. അങ്ങനൊന്നും വരില്ല സാറേ. സാർ ഒരു നല്ല വില പറഞ്ഞിട്ട് ഇതങ്ങ് എടുത്തോ. സാറിന് നല്ലതേ വരൂ. മുരളി, താൻ എന്നോട് പറഞ്ഞത് സെന്റിന് 10 രൂപ വെച്ചാ. പക്ഷേ എന്റെ ഒരു നോട്ടത്തില് കൂടി വന്ന ഒരു 7, അതിനപ്പുറം പോവില്ല. അയ്യോ സാറേ, അത് ഒരുപാട് കുറവാ. ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നല്ലാതെ. സാറിനറിയാലോ, കുറച്ചു നാൾ കഴിയുമ്പോ ഉണ്ടല്ലോ ഈ ഭൂമിയുടെ വില 2 or 3 ഇരട്ടിയാകും. എനിക്ക് അങ്ങനെ മനക്കോട്ട കിട്ടുന്ന പരിപാടിയൊന്നുമില്ല. ഞാനിപ്പോ ഇത് കണ്ടു, ഒരു വില അങ്ങോട്ട് പറഞ്ഞു. 7 രൂപയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കച്ചവടം അങ്ങ് നടത്താം. ക്യാഷായിട്ട് തന്നെ മുഴുവൻ തുകയും തരും ചെയ്യാം. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചിട്ട് പറയും. ഞാനിതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ശരി ശരി, സാർ അവിടെ ഒന്ന് പോയി നോക്കിട്ട് വാ. പറ്റില്ല സാറേ. ഇക്കാര്യത്തിലേ സാറ് ഞാൻ പറയുന്ന അനുസരിച്ചേ പറ്റൂ. എടോ, താൻ പറയുന്ന കോമാളി വശം കെട്ടാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഈ നാട്ടിലെ ബാക്കിയുള്ളവരെല്ലാം കോമാളി വശം കെട്ടിക്കൊണ്ടാണ് നടക്കുന്നത്. താനൊരു കാര്യം ചെയ്യും. തന്റെ വിവാഹം ആവുമ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. എടോ, ഓരോരുത്തർക്കും ഓരോ കോൺസെപ്റ്റ് ഇല്ലടോ. ഇത് കേൾക്കുമ്പോഴാ എനിക്ക് ഇതിങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഒരു ചടങ്ങിന് എന്നെ പ്രതീക്ഷിക്കണ്ട. പ്രതീക്ഷിക്കുന്നില്ല. താൻ എന്താന്ന് വെച്ചാ ചെയ്. എന്താടാ ഇവിടെ? എന്തിവിടെ തർക്കം? എന്താ മണിക്കുഞ്ഞെ, എന്താടാ? ഒന്നുമില്ലമ്മേ. ഒന്നുമില്ലെന്നോ? അമ്മേ, നാളെ ഹൽദി ചടങ്ങ് നടക്കാൻ പോവാ. സാറിനെ ഒരു രാജകുമാരനെ പോലെ ഒരുക്കിക്കൊണ്ടു പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് പറഞ്ഞപ്പോ സാറിന് താല്പര്യമില്ലെന്ന്. എന്റെ അമ്മ, ഇയാൾ ഓരോ കല്യാണ വീഡിയോ ഒക്കെ ഇട്ട് കണ്ടിട്ട് അതിലുള്ള പോലെ എന്റെ അടുത്ത് വേഷം കെട്ടണമെന്ന് പറഞ്ഞാൽ എനിക്കത് അനുസരിക്കാൻ പറ്റും. സാറേ, സാറിന്റെ വിവാഹത്തെ കുറിച്ചേ ഞങ്ങൾക്ക് ചില സങ്കല്പങ്ങളൊക്കെ കാണും. അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന വെച്ചാ പിന്നെ എന്താ ചെയ്യാ?
എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അത് തന്റെ കല്യാണം ചെയ്തോളാൻ പറയും. ഞാനെന്താ കളരിക്ക തറവാട്ടിൽ ജനിച്ചാണോ? ഞാനെന്താ നവീൻ സാറിന്റെ പൊസിഷനിലാണോ? ഒരു കാര്യം പറഞ്ഞ മനസ്സിലാവണ്ടേ? എടോ തനിക്കിപ്പോ എന്താ വേണ്ടത്? താൻ പറയുന്ന രാജാപ്പാട്ട് വേഷം കെട്ടി ആളുകളെ ചിരിപ്പിക്കാനായിട്ട് ഞാൻ വന്നിറങ്ങണമെന്നാണോ? ഓ മതി മതി. ഞാൻ ആദ്യം കരുതിയതേ വഴക്കിന് എന്തെങ്കിലും കാരണം കാണുമെന്ന. അയ്യേ, ഇതൊരുമാതിരി കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ. അമ്മേ, വിവാഹത്തിന് ട്രഡീഷണൽ ഡ്രസ്സ് ധരിക്കണമെന്ന് പറയുന്നൊക്കെ ഓക്കെ. ആ പക്ഷെ ഹൽദി നമ്മുടെ ലിസ്റ്റിലില്ലാത്തൊരു ചടങ്ങല്ലേ? നമ്മുടെ ലിസ്റ്റിൽ മുമ്പുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ എല്ലായിടത്തും ഉണ്ടെന്നേ. അതിന് നിൽക്കണമെങ്കിൽ അതിനായിട്ടുള്ള രീതി തന്നെ നിൽക്കണം, അല്ലാതെ ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. എടോ താൻ ഓ തർക്കം വിടുന്നുണ്ടോ രണ്ടാളും? മോനെ, മാണിക്കുഞ്ഞ് പറയുന്നതിലും കാര്യമുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ. വേഷത്തിന്റെ കാര്യത്തിലുള്ള കടുംപിടുത്തമൊന്നും വേണ്ട. മാണിക്കുഞ്ഞിന്റെ മനസ്സിൽ മാത്രമല്ല, നീ ഞങ്ങളുടെ മനസ്സിലും രാജകുമാരനല്ലേ. എന്നാ പിന്നെ ഹൽദി ചടങ്ങുകളുടെ തുടക്കമായിട്ടെ നമുക്കൊരു വാൾപ്പയറ്റ് കൂടി അങ്ങ് വെക്കാം. പായറ്റണം. ഞങ്ങൾ തീരുമാനിച്ചാലേ സാറ് പായറ്റണം, അല്ലേ അമ്മേ? നീ ഒന്നും മിണ്ടാതിരുന്നേ മാണിക്കുഞ്ഞെ. നവീൻ, വാൾപ്പയറ്റൊന്നും എന്തായാലും വേണ്ട. ബാക്കി കാര്യങ്ങള് അല്പ ആഡംബരത്തോടെ തന്നെ നടക്കണം.